ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 34 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ത്യയിലെ ഒരു ചെറു ഗ്രാമത്തിൽ രാമൻ എന്ന വയോധികനായ ഒരു കുശവൻ ജീവിച്ചിരുന്നു. ശരീരം ക്ഷീണിച്ചതും കാഴ്ച മങ്ങിയതും ആയിരുന്നു. ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. ആ വർഷകാലത്ത് ആ ഗ്രാമമാകെ വലിയൊരു കൊടുങ്കാറ്റ് വീശി. ശക്തമായ കാറ്റും മഴയും കാരണം വൈദ്യുതി നിലച്ചു. ആ സന്ധ്യയ്ക്ക് ഗ്രാമം മുഴുവൻ ഇരുട്ടിലായി. ആളുകൾ ദീപങ്ങൾ തെളിച്ചെങ്കിലും കാറ്റ് അവയെല്ലാം അണച്ചു കളഞ്ഞു. രാമൻ തൻ്റെ കുടിലിൻ്റെ വാതിലിന് മുന്നിൽ താൻ നിർമ്മിച്ച ഒരു മൺവിളക്ക് പ്രകാശിപ്പിച്ചു. അത് കണ്ട് രാമൻ്റെ കൊച്ചുമകൻ പറഞ്ഞു, താത്ത, ഈ കാറ്റിൽ ഈ ദീപം 1 മിനിറ്റ് പോലും കത്തിയിരിക്കുകയില്ല. രാമൻ ശാന്തമായി പറഞ്ഞു, എൻ്റെ മനസ്സ് അത് കത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് അണയില്ല. രാമൻ തൻ്റെ കൈപ്പത്തി കൊണ്ട് കാറ്റിനെ തടഞ്ഞ് ദീപം കെടാതെ സൂക്ഷിച്ചു. കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മഴ ശക്തമായി. ശരീരം തണുത്തു പറിച്ചു. എങ്കിലും രാമൻ്റെ മനസ്സ് ഉറച്ചതായിരുന്നു. ദീപം അണയാതെ സൂക്ഷിക്കുകയെന്ന ഒരേ ചിന്ത മാത്രം. ക്രമേണ മറ്റുള്ളവർ ശ്രദ്ധിച്ചു. അവരിൽ മിക്കവരും അവൻ്റെ പിന്നിൽ എത്തി കാറ്റിനെ തടഞ്ഞു. ആ വെളിച്ചം കണ്ട് ഗ്രാമവാസികൾ ധൈര്യശാലികളായി. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. കാറ്റ് ശമിച്ചു. ആ ദീപം ആ രാത്രി മുഴുവൻ പ്രകാശിച്ചു. പിറ്റേന്ന് രാവിലെ മൂപ്പന്മാർ രാമനോട് പറഞ്ഞു, നീ രക്ഷിച്ചത് കേവലം ഒരു ദീപമല്ല, ഞങ്ങളുടെ ധൈര്യമാണ്. അതിന് രാമൻ മറുപടി പറഞ്ഞു, കാറ്റിനേക്കാൾ ശക്തമായിരുന്നു മനസ്സ്. മനസ്സ് തോറ്റാൽ എല്ലാം അണയും. മനസ്സ് ഉറച്ചു നിൽക്കുമ്പോൾ ഒരു ചെറിയ ദീപത്തിനും കൊടുങ്കാറ്റിനെ തോൽപ്പിക്കാനാവും. ശാരീരിക ശക്തി സന്ധ്യാവെളിച്ചം പോലെ മങ്ങിപ്പോകാം. എന്നാൽ മാനസിക ശക്തി അണയാത്ത ദീപം പോലെയാണ്. മനസ്സ് പതറാതെ പ്രത്യാശയോടെ ഉറച്ചതായിരുന്നാൽ പരിഹരിപ്പാൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാനാവും. ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ വരും. എന്നാൽ മനസ്സ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെളിച്ചമൊരിക്കലും അണയില്ല. മനസ്സിൻ്റെ പ്രകാശമാണ് ഭൗതിക ദീപത്തേക്കാൾ പ്രാധാന്യമുള്ളത്. മനസ്സ് പ്രകാശിക്കുന്നുവെങ്കിൽ നാം തന്നെ ലോകത്തിൽ ഒരു പ്രകാശമായിരിക്കും. ദൈവത്തിലുള്ള തികഞ്ഞ വിശ്വാസവും ആശ്രയവുമാണ് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി. നാം സ്വശക്തിയിൽ ആശ്രയിച്ചാൽ ഉറച്ചു നിൽക്കുവാനാവില്ല. എന്തെന്നാൽ നമ്മുടെ മനസ്സും ക്ഷീണിച്ചു പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു പുതുശക്തി ലഭിക്കുകയാണ്. അതിനാൽ മനസ്സ് ക്ഷീണിച്ചു പോവില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച മനസ്സോടെ ദിവ്യപ്രകാശം പരത്തുവാൻ നമുക്ക് സാധ്യമാവണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പുതുക്കി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ താഴുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ ആവശ്യമായ കൃപ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ശക്തീകരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.